ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിലാക്സ് ആൻഡ് വാച്ച്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ IRCTC വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ബുക്ക് ചെയ്യാം, എങ്ങനെ കൺസെഷൻ കോട്ടകൾ എടുക്കാം, അതുപോലെ എങ്ങനെ കൺഫേം സീറ്റുകളിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്, ഒരു 10% ഡിസ്കൗണ്ട് എങ്ങനെ കിട്ടും, പിന്നെ അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് എടുത്തത് കണക്റ്റിംഗ് ജേണി എന്നാൽ എന്ത്, സോ അതെങ്ങനെ ബുക്ക് ചെയ്യാം, ഇത്തരം കാര്യങ്ങളെല്ലാം പല വീഡിയോകളിലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തത് കണ്ടുകൊള്ളുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ഇട്ടിരുന്ന വീഡിയോകളൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TDR ഫയൽ ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടാവും. റെയിൽവേയുടെ ഇതിൽ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് കേട്ടിട്ടുണ്ടാവും TDR എന്ന വാക്ക്. TDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മളിപ്പോൾ ചില ട്രെയിനുകളുടെ ചാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ചാർട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ TDR ഫയൽ ചെയ്യുന്നത്. അത് നമ്മുടെ ആവശ്യം ന്യായമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റിൻ്റെ റീഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അതിന് ചില സ്പെസിഫിക് റീസൺസ് റെയിൽവേ പറയുന്നുണ്ട്. ആ റീസണിനുള്ളിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ തികച്ചും TDR നമുക്ക് കിട്ടും. അതിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് പാലക്കാട് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഉദാഹരണം മാത്രമാണ്. പാലക്കാട് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, തൃശ്ശൂരിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ വെച്ചോളൂ. അപ്പം മേ ബി ഇതിൻ്റെ ചാർട്ടിങ് എറണാകുളത്ത് നിന്ന് തന്നെ കഴിഞ്ഞു. അപ്പം നമ്മൾ സാധാരണ ക്യാൻസലേഷൻ റൂളിൽ 4 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ചാർട്ടിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ TDR ഫയൽ ചെയ്യണം. അതായത് പ്രീവിയസ് സ്റ്റേഷനിൽ ചാർട്ടിങ് ആയത് കാരണം എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, 4 മണിക്കൂർ ഫ്രെയിമിന് ഉള്ളിലാണ്, സോ അതുകൊണ്ട് എനിക്ക് ക്യാൻസൽ ചെയ്ത് എൻ്റെ റീഫണ്ട് തരണം എന്ന് നമ്മൾ TDR ഫയൽ ചെയ്യണം. അതാണ് ഈ TDR എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അത് ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലത്തെ കുറേ റീസൺസ് ഉണ്ട് റെയിൽവേയിൽ. IRCTC ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഇപ്പം ഈ ഫ്രണ്ടിലത്തെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ മൈ ജേണി, മൈ ബുക്കിംഗ്സ്, PNR എൻക്വയറി, ഇങ്ങനെ കുറേ ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ ഷോ മോർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ, റീഫണ്ട് ഹിസ്റ്ററി നോക്കാനുള്ള ഓപ്ഷൻ, ഫയൽ TDR എന്ന 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മൾ പോയി നോക്കുന്നു. അപ്പം കോട്ടയം ആദ്യം ഒരു 24 ബുക്ക് ചെയ്തത് 26-ാം തീയതി, അതായത് നാളെ യാത്രയ്ക്കുള്ള ടിക്കറ്റാണിത്, കോട്ടയം ടു തൃശ്ശൂർ. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നാളെ വെളുപ്പിന്, അതായത് 12:10 കണ്ടാണ് ഈ ട്രെയിൻ കോട്ടയത്ത്. അപ്പം അതിന് 4 മണിക്കൂർ മുമ്പ് ചാർട്ടിങ് ആവും. ഇതിൻ്റെ ചാർട്ടിങ് നേരത്തെ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞാണ്. സോ അപ്പം ഇത് ക്യാൻസൽ ചെയ്യാൻ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസൽ ഓപ്ഷൻ ഞാൻ താഴെ ഉണ്ട്, അത് കൊടുക്കുന്നു. കൺഫേം ക്യാൻസലേഷൻസ്, cancellation after final charting not allowed if PNR is fully waitlisted. അത് വെയിറ്റ് ആണെന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങ് റീഫണ്ട് വന്നോളും, നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ TDR ഫയൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പം അതായത് ഇപ്പോൾ ഈ ഓപ്ഷൻ എടുത്തിട്ട് ഫയൽ TDR കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള TDR ഫയൽ ചെയ്യാൻ സാധ്യതയുള്ള PNRകൾ ഇതിനകത്ത് കാണും. ഇപ്പോൾ ഇതിൽ ആ PNR ഉണ്ട്. നാളെ ഇത് ഇന്നിപ്പോൾ അർദ്ധരാത്രി 12:05 ഉള്ള ട്രെയിന്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ഷൻ ട്രെയിൻ തൃശ്ശൂർ ഗുരുവായൂർ വണ്ടി, രണ്ട് വണ്ടിയുടെ ടിക്കറ്റ് ഉണ്ട്. ഇത് കണക്റ്റിംഗ് ജേണി വഴി ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. ഇതിലിപ്പം ക്യാൻസൽ ചെയ്യാനോ TDR ഫയൽ ചെയ്യാനൊന്നും പറ്റില്ല, ഇതിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു. ഞാൻ TDR ഫയൽ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇത് കോട്ടയം തൃശ്ശൂർ ജേണി, അത് ഞാൻ TDR ഫയൽ ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ കാണിക്കാം. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ TDR കൺഫർമേഷൻ എന്നുള്ള പേജിൽ ഈ ട്രെയിനിൻ്റെ നെയിം, PNR, കോട്ടയം ടു തൃശ്ശൂർ, യാത്രക്കാരുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം വരും. ഇതിനകത്ത് പാസഞ്ചറിൻ്റെ ഇത് എടുത്തിട്ട് ഏറ്റവും താഴെ ഫയൽ TDR എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു.
ഇപ്പോൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ TDR റീസൺ എന്നവർ ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് റീസൺ വേണമെങ്കിലും കൊടുക്കാൻ പറ്റത്തില്ല. റെയിൽവേ അവരായിട്ട് കുറച്ച് റീസൺസ് തന്നിട്ടുണ്ടാവും. അതിലെ ഫസ്റ്റ് റീസൺ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ട്രെയിൻ ലേറ്റ് മോർ ദാൻ 3 hours. നമ്മൾ യാത്ര ചെയ്യേണ്ട വണ്ടി ചാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞു എന്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും യാത്ര പുറപ്പെടേണ്ട നമ്മുടെ സ്റ്റേഷനിൽ വരേണ്ട സമയത്തിനും 3 മണിക്കൂറിന് മുകളിൽ വണ്ടി ലേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് TDR ഫയൽ ചെയ്ത് ഫുൾ റീഫണ്ട് വാങ്ങിക്കാം. ലേറ്റായി പോയി പിന്നെ എന്തായാലും ഇനി യാത്ര ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ക്യാൻസൽ ചെയ്തിട്ട് കാര്യമില്ല, ടിക്കറ്റ് കിട്ടില്ല, അങ്ങനെയല്ല. 3 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ യാത്ര പുറപ്പെടേണ്ട സ്റ്റേഷനിൽ വണ്ടി ലേറ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് TDR ഫയൽ ചെയ്യാം. അപ്പോൾ ചാർട്ടിങ് കഴിഞ്ഞ കാരണം നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഓൺലൈനിൽ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനിൽ ഈ TDRൽ പോയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് ആ സ്പെസിഫിക് ടൈം കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ 12 മണിക്ക് വരേണ്ട ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 12 മണിക്ക് ട്രെയിൻ 3 മണിക്കൂർ ലേറ്റ് ആകുമ്പോൾ ഫയൽ ചെയ്യാൻ പാടില്ല. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷം ട്രെയിൻ വന്നാലും ശരി വന്നിട്ട് പോയാലും ശരി നമ്മൾ ആ വണ്ടിയിൽ യാത്ര ചെയ്തില്ല, ട്രെയിൻ ഇത്രയും ലേറ്റ് ആയ കാരണം നമ്മൾ ആ വണ്ടിയിൽ യാത്ര ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് TDR ഫയൽ ചെയ്യാം. പിന്നെ ഡിഫറൻസ് ഓഫ് ഫെയർ ഇൻ കേസ് ഓഫ് പ്രോപ്പർ കോച്ച് നോട്ട് അറ്റാച്ച്ഡ്. അതായത് ഇപ്പോൾ നമ്മൾ 3 ടയർ AC-ലാണ് ബുക്ക് ചെയ്തേക്കുന്നത്, പക്ഷേ ആ വന്ന വണ്ടിയിൽ 3 ടയർ കോച്ച് ഇല്ല. അതിന് പകരം നമുക്ക് അക്കോമഡേഷൻ സെക്കൻഡ് ക്ലാസ്സിലാണ് തന്നത്. അത് ചില കണ്ടീഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും കോച്ച് റിപ്പയറോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കോച്ച് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം വണ്ടി വരും. അപ്പം വളരെ അപൂർവമായ കേസാണ്. സോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമ്മൾ സെക്കൻഡ് ക്ലാസ് ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് TDR ഫയൽ ചെയ്യാം. ഈ കണ്ടീഷനിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ TDR ഫയൽ ചെയ്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഫെയർ ഡിഫറൻസ് 3 ടയറിനും സ്ലീപ്പറിനും ആയിട്ടുള്ള ഫെയർ ഡിഫറൻസ് നമുക്ക് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 3 ടയറിലാണ് ബുക്ക് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത് സ്ലീപ്പറിലാണ്. റെയിൽവേ 3 ടയർ തരാഞ്ഞുകൊണ്ട് നമ്മൾ സ്ലീപ്പറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ഫെയർ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് TDR ഫയൽ ചെയ്യാം. അതിന് TTയുടെ അടുത്തുനിന്ന് EFT എന്ന് പറയുന്ന എക്സ്ട്രാ ഫെയർ ടിക്കറ്റിന് വേണ്ട ഒരു റെസിപ്റ്റ് ഉണ്ടാകും, അത് എഴുതി വാങ്ങിക്കണം. TTRൻ്റെ അടുത്തുനിന്ന് TTയുടെ അടുത്തുനിന്ന് നമ്മൾ ഇതേമാതിരി ഫെയർ ഡിഫറൻസിൻ്റെ ഇത് കാണിച്ചിട്ട് റെസിപ്റ്റ് തരാൻ പറയണം, അത് എഴുതി വാങ്ങിക്കണം. ഇതിപ്പോൾ ഡിഫറൻസ് ഓഫ് ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ EFT GC നമ്പർ ചോദിക്കുന്നുണ്ട്, EFT എമൗണ്ട്, EFT ഡേറ്റ്, ഇത് 3 നമ്മളിവിടെ എൻട്രി ചെയ്യണം. പിന്നീട് ഒരു പക്ഷേ റെയിൽവേ അവരുടെ IRCTC ചോദിക്കുകയാണെങ്കിൽ അവരുടെ മെയിലിലേക്ക് നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ പിന്നെ AC ഫെയിലിയർ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത കോച്ചിൽ പകുതിക്ക് വെച്ച് AC ഫെയിലിയർ ആയിപ്പോയി, AC വർക്ക് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ദൂരം എത്രത്തോളം ദൂരെയാണോ AC ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് സ്ലീപ്പർ കോച്ചിൻ്റെ ഫെയർലി യാത്ര ചെയ്യാം. അപ്പോൾ അതിനും TTAയുടെ അടുത്തുനിന്ന് നമ്മൾ EFT എമൗണ്ട് റെസിപ്റ്റ് എഴുതി വാങ്ങിക്കേണ്ടതാണ്. പിന്നെ പാർഷ്യലി ട്രാവൽഡ് ജേർണി ടെർമിനേറ്റഡ് ഷോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഇവിടുന്ന് ഡൽഹി വരേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു, പക്ഷേ ഇടയ്ക്ക് വെച്ച് തന്നെ ഇറങ്ങേണ്ടി വന്നു, ഭോപ്പാലിലോ അല്ലെങ്കിൽ നാഗ്പൂരിലോ എവിടെയെങ്കിലും ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് എഴുതി വാങ്ങിക്കണം, ഞാൻ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്, ഞാൻ ട്രെയിനിൽ അങ്ങോട്ട് പോകുന്നില്ല എന്ന് കരുതി ഇറങ്ങി വാങ്ങിയിട്ട് പിന്നെ ബാക്കി ഭാഗത്തിനുള്ള യാത്രയുടെ റീഫണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് TDR ഫയൽ ചെയ്യാം. പിന്നെ ഓൾ കൺഫേംഡ് പാസഞ്ചേഴ്സ് നോട്ട് ട്രാവൽഡ്. സോ അതൊന്നും ഇപ്പോൾ വന്നിട്ട് റീഫണ്ട് ഒന്നുമില്ല. ട്രെയിൻ ഡൈവേർട്ടഡ് ആൻഡ് പാസഞ്ചർ നോട്ട് ട്രാവൽഡ്. ഇപ്പോൾ ആക്ച്വൽ റൂട്ടിൽ കൂടെ പോകാതെ എന്തെങ്കിലും ഫ്ലഡ് കാരണമോ മറ്റെന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി കാരണമോ ട്രെയിൻ ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്, റീഫണ്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഡൈവേർട്ട് ചെയ്ത കാരണം എനിക്ക് ആ വഴി കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന ഡെസ്റ്റിനേഷൻ ആ വഴിയിലല്ല, അത് കാരണം എനിക്ക് ഫുൾ റീഫണ്ട് വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. അതിനും TDR ഫയൽ ചെയ്യണം. ഇതൊക്കെ വന്നിട്ട് ഫുൾ റീഫണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ട്രെയിൻ ഡൈവേർട്ടഡ് ആൻഡ് ട്രെയിൻ നോട്ട് ടച്ചിങ് ദ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ. നമുക്ക് പോകേണ്ട സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോകുന്നില്ല, അത് കാരണം റീഫണ്ട് വാങ്ങിക്കാം. പാസഞ്ചർ നോട്ട് ട്രാവൽഡ് ആസ് റിസർവേഷൻ പ്രൊവൈഡഡ് ഇൻ ലോവർ ക്ലാസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3 ടയറിൽ ബുക്ക് ചെയ്തു, ആ കോച്ച് ഇല്ലാത്ത കാരണം സ്ലീപ്പറിലാണ് അക്കോമഡേഷൻ തന്നേക്കുന്നത്.
പക്ഷേ സ്ലീപ്പറിൽ യാത്ര എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് ഫുൾ റീഫണ്ട് വേണം. ആ റീസൺ. പാസഞ്ചർ നോട്ട് ട്രാവൽ ഡ്യൂ ടു ടിക്കറ്റ് ഇൻ RAC ആഫ്റ്റർ ചാർട്ട് പ്രിപ്പറേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചാർട്ടിങ് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ടിക്കറ്റ് RAC ആണോ, കൺഫേംഡ് ആണോ, വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ എന്നുള്ളത്. ഇപ്പം കൺഫേം ആണെങ്കിൽ സന്തോഷം, നമുക്ക് യാത്ര ചെയ്യുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ ഇല്ല, ടിക്കറ്റ് ഇല്ല, ഇനി വണ്ടിക്കകത്ത് കയറാൻ പറ്റില്ല. പക്ഷേ RAC ആണ്, ഇത് രണ്ടും കെട്ടൊരവസ്ഥയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യാം, പക്ഷേ ബർത്ത് കിട്ടില്ല, ഇരുന്ന് വേണം യാത്ര ചെയ്യാൻ. അങ്ങനത്തെ കണ്ടീഷനിൽ എനിക്ക് ആ വണ്ടിയിൽ താല്പര്യമില്ല, ഞാൻ അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത്. അപ്പം നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് RAC ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫയൽ ചെയ്യാം, TDR ഫയൽ ചെയ്യാം. പക്ഷേ ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ് RAC ആണെങ്കിൽ TDR ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ ടിക്കറ്റ് റീഫണ്ട് കിട്ടുള്ളൂ. ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ്. ഈ ക്യാൻസലേഷൻ റൂളുകളെ കുറിച്ച് ഞാൻ തനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതിപ്പോൾ TDRനെ കുറിച്ച് മാത്രമാണ്. അടുത്തത് പാർട്ടി പാർഷ്യലി കൺഫേംഡ് വെയിറ്റ് ലിസ്റ്റ് ആൻഡ് വെയിറ്റ് ലിസ്റ്റഡ് പാസഞ്ചർ ഡിഡ്ന്റ് ട്രാവൽ. ഇപ്പോൾ ഒരു PNR 6 പേരുണ്ട്, അതിൽ 3 പേര് കൺഫേം ആയി, 3 പേര് വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ആയ 3 പേര് യാത്ര ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ചാർട്ടിങ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ. വെയിറ്റിംഗ് ലിസ്റ്റ് ആയ 3 പേര് യാത്ര ചെയ്യുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും TDR ഫയൽ ചെയ്യാം. അതിനും TTEയുടെ ഇത് എഴുതി വാങ്ങിക്കും, TT എടുത്ത് എഴുതി വാങ്ങിക്കണം, ഈ PNR ഉള്ള 3 പേര് യാത്ര ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് നമുക്ക് TDR ഫയൽ ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ ട്രെയിൻ നമുക്ക് എത്തേണ്ടിടത്ത് എത്തിയതിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ ഫയൽ ചെയ്താൽ മതി. അടുത്ത റീസൺ, മിസ്സിംഗ് ദ കണക്റ്റിംഗ് ട്രെയിൻ ഡ്യൂ ടു ലേറ്റ് റണ്ണിങ് ഓഫ് ഫസ്റ്റ് ട്രെയിൻ. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്റ്റിംഗ് ജേർണി എന്ന് പറയുന്ന ആ കാര്യത്തിൽ. ആദ്യത്തെ ട്രെയിൻ നമ്മൾ കണക്റ്റിംഗ് ജേർണിയിൽ ആദ്യത്തെ ട്രെയിൻ ലേറ്റായി വന്ന കാരണം രണ്ടാമത്തെ ട്രെയിനിൽ എനിക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ട്രെയിൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലും TDR വേണം ഫയൽ ചെയ്യാൻ. പാസഞ്ചർ നോട്ട് ട്രാവൽ ഡ്യൂ ടു കോച്ച് ഡാമേജ്. സോ കോച്ചിന് എന്തെങ്കിലും ഡാമേജ് ഉള്ള കാരണം എനിക്ക് യാത്ര ചെയ്യാൻ അതിൽ താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് ബുക്ക് ചെയ്ത പൈസ തിരിച്ചു തരണം. സോ ആ റീസണിൽ നമുക്കിത് കൊടുക്കാം. പാസഞ്ചർ നോട്ട് അലൗഡ് ടു ട്രാവൽ ബൈ റെയിൽവേ ഡ്യൂ, അതിപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്, റെയിൽവേ ഡ്യൂ ടു COVID-19 കണ്ടീഷൻ. ഇപ്പോൾ കോവിഡ് പോസിറ്റീവാണ്, അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ റെയിൽവേ ഇവരെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല, അതിനും നമുക്ക് റീഫണ്ട് വാങ്ങിക്കാം. സോ ഇങ്ങനെ പല റീസൺസ് ഉണ്ട്. അൺഏബിൾ ടു ക്യാൻസൽ ഡ്യൂ ടു ട്രെയിൻ റിസ്റ്റോർഡ് ആഫ്റ്റർ ട്രെയിൻ ക്യാൻസലേഷൻ. ട്രെയിൻ ക്യാൻസൽ ചെയ്തിരിക്കുകയായിരുന്നു, അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഫണ്ട് വന്നോളൂ. പക്ഷേ ഇവർ ട്രെയിൻ റിസ്റ്റോർ ചെയ്തു, അത് ഞാൻ അറിഞ്ഞില്ല, ഇത് കാരണം ഞാൻ TDR ഫയൽ ചെയ്യുകയാണ്. ഇങ്ങനെ പല റീസൺസ് ഉണ്ട്. ഈ റീസൺസിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആക്ച്വൽ റീസൺ എന്താണോ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫയൽ TDR കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ആയിക്കോളും. അതിനുശേഷം റെയിൽവേ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം, ഇപ്പോൾ കോച്ച് ഡാമേജ് കാരണമാണ് യാത്ര ചെയ്യാതെ ആ കോച്ചിന് എന്ത് പറ്റിയെന്നുള്ളത് റെയിൽവേ അന്വേഷിക്കും. ഏത് കാരണമായാലും ഇത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ റീഫണ്ട് വരുള്ളൂ. ഉടനെ വരില്ല. മിനിമം ഒരു 2 മാസം 3 മാസം, ചിലതൊക്കെ 1 മാസത്തിനുള്ളിൽ വരും. എന്നിരുന്നാലും എൻ്റെ ഒരു അനുഭവങ്ങളിൽ എല്ലാം വന്നിട്ട് ഒരു 3 മാസം എങ്കിലും എടുക്കും ഇതിൻ്റെ റീഫണ്ട് വരാൻ. ഇപ്പോൾ നമ്മൾ ലേറ്റ് റണ്ണിങ് എന്ന് ലേറ്റ് റണ്ണിങ് ട്രെയിൻ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കും. ഹിസ്റ്ററി നോക്കിയിട്ട് ട്രെയിൻ അവരുടെ ഇതിൽ റെയിൽവേയുടെ ഇതിൽ വന്നിട്ട് ലേറ്റ് റണ്ണിങ് ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഫയൽ TDR കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ TDR ഫയൽ ചെയ്യുന്നില്ല, കാരണം എനിക്ക് അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ട് റീസൺ ഒന്നുമില്ല. ഒരു ഫോൾസ് ഇത് വന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇങ്ങനെ വേണം TDR ഫയൽ ചെയ്യാൻ. ഇതൊക്കെയാണ് TDR ഫയൽ ചെയ്യേണ്ട കണ്ടീഷൻസ്. സോ ഇതിൻ്റെ ശരിക്കും ഉള്ള കൃത്യമായൊരു രൂപം അറിയണമെന്നുണ്ടെങ്കിൽ, TDRനെ കുറിച്ചുള്ള കൃത്യമായൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസലേഷൻ റൂൾസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ അടുത്ത് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇപ്പോൾ തന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.